നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. വാർത്താമഴയിലേക്ക് വിശദമായി. രാജ്ഭവനിലെ കാവിക്കൊടിയേന്തിയ ഭാരതാംബ വിവാദത്തിൽ ഗവർണറോട് നിലപാട് കടുപ്പിച്ച CPI. പാർട്ടി ബ്രാഞ്ചുകളിൽ ദേശീയ പതാക ഉയർത്തി വൃക്ഷത്തൈ നട്ടായിരുന്നു CPI പ്രതിഷേധം. ഭാരതാംബ വിവാദത്തിൽ CPIM-നും CPI-ക്കും ഒരേ നിലപാടാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. മന്ത്രി P പ്രസാദിന്റെ ആലപ്പുഴയിലെ വസതിക്ക് മുന്നിൽ BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. പരിസ്ഥിതി ദിനാഘോഷത്തിന് മുൻപ് കാവി പതാകയേന്തിയ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്ന രാജ്ഭവന്റെ ആവശ്യം മന്ത്രി P പ്രസാദ് നിരാകരിച്ചതിനെ തുടർന്നായിരുന്നു വിവാദം. രാജ്ഭവനെ സംഘപരിവാർ കേന്ദ്രമാക്കി മാറ്റാനുള്ള നീക്കമായാണ് CPI സംഭവത്തെ വീക്ഷിക്കുന്നത്. ഗവർണറുടെ നടപടിയോടുള്ള പ്രതിഷേധ സൂചകമായി എല്ലാ പാർട്ടി ബ്രാഞ്ചുകളിലും ഇന്ന് ദേശീയ പതാക ഉയർത്തുകയും വൃക്ഷത്തൈ നടുകയും ചെയ്തു. തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മന്ത്രി K രാജന്റെ സാന്നിധ്യത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വൃക്ഷത്തൈ നട്ടു. ഭരണഘടനാ പദവിയായ ഗവർണർ സ്ഥാനം വഹിക്കുന്ന ഒരു മനുഷ്യൻ ഒരു വലിയ പദവിയുടെ ചുമതലയെപ്പറ്റിയും കടമയെപ്പറ്റിയും ബോധ്യമുള്ള ആൾ അത്തരം സാക്ഷ്യം പിടിക്കാൻ പാടില്ല. ഭാരതാംബയെ RSSന്റെ പ്രതീകമാക്കി മാറ്റാനുള്ള ബോധപൂർവമായുള്ള ഇടപെടൽ അംഗീകരിക്കില്ലെന്ന് മന്ത്രി K രാജൻ പ്രതികരിച്ചു. പരിപാടിയുടെ മിനിറ്റ്സിൽ വരുത്തിയ മാറ്റം സർക്കാർ പിന്തുടരുന്ന നടപടിക്രമങ്ങൾക്ക് ചേരുന്നതല്ല. ഇതിനാൽ പരിപാടി ഒഴിവാക്കുന്നതായി കാണിച്ച് മന്ത്രിയുടെ ഓഫീസ് രാജ്ഭവന് നൽകിയ കത്തിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. ഒരു പ്രത്യേക വിഭാഗം മാത്രം ആചരിക്കുന്ന അല്ലെങ്കിൽ ആദരിക്കുന്ന ഒരു ചിത്രത്തെ ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമാക്കാൻ ഒരു കാരണവശാലും നാളെ ആയാലും സമ്മതിക്കുകയില്ല. അത് ഇപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ്റിനാണ് എന്നുള്ളതുകൊണ്ട് ഈ ഗവൺമെൻറ്റിന് എന്തായാലും അതിനെ അംഗീകരിക്കാൻ പറ്റുകയില്ല. ഭാരതാംബ വിവാദത്തിൽ CPIM-നും CPI-ക്കും വ്യത്യസ്ത സമീപനമാണെന്ന ആക്ഷേപങ്ങൾ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തള്ളി. ഗവർണറുടെ ആസ്ഥാനം രാജ്ഭവൻ അത് പൊതുസ്ഥലമാണ്. അത് സംസ്ഥാന ഗവൺമെൻറ് ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും പൊതുവിടമാണ്. ആ പൊതുവിടത്തിൽ വർഗീയത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരടയാളവും ഔദ്യോഗിക അടയാളം പോലെ ഉപയോഗിക്കാൻ പാടില്ല. അസംബന്ധമാണത്. അതിനെയാണ് ഞാൻ ശക്തിയായിട്ട് വിമർശിച്ചത്. P പ്രസാദിന്റെ വീട്ടിലേക്ക് BJP നടത്തിയ പ്രതിഷേധത്തിനിടെ CPI പ്രവർത്തകരുമായി കയ്യാങ്കളി. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം 24 ആലപ്പുഴ. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. എറണാകുളം പിറവത്ത് നിന്ന് കാണാതായ അർജുൻ രഘു എന്ന വിദ്യാർത്ഥിയെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. കോയമ്പത്തൂരിലാണ് അർജുനെ കണ്ടെത്തിയത് എന്ന വിവരമാണ് ഇപ്പോൾ കൊച്ചി ബ്യൂറോ അറിയിക്കുന്നത്. കോയമ്പത്തൂർ ഉക്കടയിലാണ് അർജുനെ കണ്ടെത്തിയത്. വീഡിയോ കോൾ വഴി വീട്ടുകാരോട് സംസാരിച്ചു എന്ന് അറിയുന്നു. അർജുനെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറെ നാളുകളായി ഈ വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലായിരുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ 24 നൽകിയതാണ്. അർജുൻ സ്കൂൾ യൂണിഫോമിൽ വീട്ടിൽ നിന്ന് പോകുന്ന ദൃശ്യങ്ങൾ, അതിനുശേഷം സ്കൂൾ യൂണിഫോം മാറ്റി വേറൊരു വേഷം ധരിച്ച് പോകുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. 24 അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അർജുനായുള്ള തിരച്ചിൽ നടന്നു വരികയായിരുന്നു. അർജുൻ പിറവം ബസ് സ്റ്റാൻഡിൽ എത്തിയ ദൃശ്യങ്ങളൊക്കെ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരച്ചിലൊക്കെ നടന്നു വരികയായിരുന്നു. അർജുൻ എവിടെ എന്നുള്ള ചോദ്യം സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ S ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, ഇത് ആരാണ് അർജുനെ തിരിച്ചറിഞ്ഞത് ഈ കോയമ്പത്തൂരിൽ? ശ്യാം, ഉന്മേഷ, അർജുൻ കോയമ്പത്തൂരിൽ നിന്നും വീട്ടിലേക്ക് ഫോൺ ചെയ്യുകയായിരുന്നു. വീഡിയോ കോൾ ചെയ്തു. പിന്നീട് വീട്ടുകാരോട് താൻ കോയമ്പത്തൂര് ഉക്കടയിലുണ്ട് എന്ന് അറിയിക്കുകയായിരുന്നു. ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ വീട്ടുകാർ പാലക്കാടുള്ള ബന്ധുക്കളെ വിവരം അറിയിച്ചു. ഇപ്പോൾ പാലക്കാട് ഉള്ള അർജുന്റെ കുടുംബാംഗങ്ങൾ കോയമ്പത്തൂരിലേക്ക് യാത്ര ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവരം പിറവം പോലീസിനെയും അറിയിച്ചിട്ടുണ്ട്. പിറവം പോലീസും കുട്ടിയുടെ ബന്ധുക്കളുടെ കൂടെ പോകാനുള്ള തയ്യാറെടുപ്പുകളും ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 ദിവസമായി അർജുൻ രഘുവിനെ കാണാതായതിനെ തുടർന്ന് പ്രത്യേക സംഘം തന്നെ അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇതിനിടെയാണ് കുട്ടിയെ കണ്ടെത്തിയെന്ന ആശ്വാസ വാർത്ത പുറത്തു വരുന്നത്. കോയമ്പത്തൂരിൽ നിന്നാണ് അർജുനെ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി എന്തിന് ഈ കുട്ടി ഇത്രയും ദൂരം സഞ്ചരിച്ച് പോയി എന്നടക്കമുള്ള വിവരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷെ അതിലുമൊക്കെ വലിയ കാര്യം അർജുനെ കണ്ടെത്തിയിരിക്കുന്നു. അർജുൻ സുരക്ഷിതനാണ് എന്നുള്ള വിവരമാണ്. കോയമ്പത്തൂർ ഉക്കടയിലാണ് കുട്ടിയുള്ളത്. വീഡിയോ കോൾ വഴി വീട്ടുകാരോട് കുട്ടി സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് അറിയുന്നത്. അടുത്ത ബന്ധുക്കൾ, പാലക്കാട് നിന്ന് തന്നെയുള്ള അടുത്ത ബന്ധുക്കളാണ് ഇപ്പോൾ അങ്ങോട്ട് യാത്ര തിരിച്ചിരിക്കുന്നത്. പോലീസും പിറവത്ത് നിന്ന് പോലീസ് സംഘവും അങ്ങോട്ടെത്തും. സ്വാഭാവികമായും ഇനി നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. കുട്ടിയെ അവിടെ പോലീസ്
പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഹാജരാക്കേണ്ടി വരും. അതിനുശേഷം മാത്രമാകും ഇങ്ങോട്ട് കേരളത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുക. ഏതായാലും 4 ദിവസം ഈ നാട് മുഴുവൻ അരിച്ചുപറക്കി പോലീസ് അന്വേഷണം നടത്തുകയായിരുന്നു. അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു തുമ്പ് പോലും ലഭിച്ചിരുന്നില്ല. ഒടുവിൽ ആ കുട്ടി തന്നെ വീട്ടിലേക്ക് വിളിച്ചിരിക്കുന്നു. താൻ കോയമ്പത്തൂരുണ്ട് എന്ന് കുട്ടി വീട്ടുകാരോട് അറിയിച്ചിരിക്കുന്നു. ആ വിവരമാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത് പ്രേക്ഷകരുമായി. ആ വിവരമാണ് നമ്മളിപ്പോൾ പങ്കുവെക്കുന്നത്. കുട്ടി അർജുൻ സുരക്ഷിതനാണ്, കോയമ്പത്തൂരിലുണ്ട് എന്ന വിവരം വീട്ടുകാരെ വീഡിയോ കോൾ മുഖേന അറിയിച്ചിരിക്കുന്നു. അർജുൻ വീഡിയോ കോൾ ചെയ്ത് താൻ ഇവിടെ ഉണ്ട് എന്ന വീട്ടുകാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഉന്മേഷ്, ശ്യാം, ഇതിപ്പോൾ എവിടെയാണ് അർജുൻ ഉള്ളത്? അത് പോലീസ് സ്റ്റേഷൻ അവിടെയാണോ? നിലവിൽ അർജുൻ അവിടെ ഒരു ഹോട്ടലിനടുത്ത് നിന്നാണ് വീഡിയോ കോൾ ചെയ്തത് എന്നുള്ള വിവരമാണ് അറിയുന്നത്. സ്വാഭാവികമായിട്ടും അർജുനെ ഇനി സ്വാഭാവികമായിട്ടും അവിടെ കണ്ട് തിരിച്ചറിഞ്ഞ ആരുടെയെങ്കിലും അടുത്താണോ എന്നുള്ള വിവരം അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പോലീസിൽ സ്വാഭാവികമായിട്ടും ബന്ധുക്കൾ എത്തി കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഉൾപ്പെടെ കൊണ്ടുപോകേണ്ടി വരും. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് അർജുൻ വീഡിയോ കോൾ ചെയ്ത് വീട്ടുകാരെ കണ്ടിരിക്കുന്നു. താൻ കോയമ്പത്തൂരുണ്ട് എന്ന വിവരം അറിയിച്ചിരിക്കുന്നു. ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ബന്ധുക്കളുടെ സംഘം കോയമ്പത്തൂരിലേക്ക് യാത്ര ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഉന്മേഷ്, ഈ നേരത്തെ ഈ അർജുൻ ഈ സ്കൂൾ ഡ്രസ്സ് മാറ്റി മറ്റൊരു വേഷത്തിൽ പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ പുറത്തുവിട്ടതായിരുന്നല്ലോ ശ്യാംകുമാർ. ഈ പോലീസ് അന്വേഷണത്തിൽ ഈ സഞ്ചാരപാത സംബന്ധിച്ച് എന്തെങ്കിലും വിവരം പോലീസിന് കിട്ടിയിരുന്നു? ഇപ്പോൾ കോയമ്പത്തൂരിലാണല്ലോ അർജുൻ ഉള്ളത് ശ്യാംകുമാർ. അന്വേഷണത്തിൽ പോലീസിന് യാതൊരു വിവരവും കിട്ടാതെ ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം കുട്ടിയുടെ 2 CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിരുന്നത്. അത് ഒന്ന് അർജുൻ നടന്നു പോകുന്ന ഒരു CCTV ദൃശ്യവും, രണ്ടാമത്തേത് ഒരു സ്ഥലത്ത് വന്ന് നിന്ന് വസ്ത്രം മാറി കളർ ഡ്രസ്, യൂണിഫോം മാറി കളർ ഡ്രസ് ധരിച്ച് അവിടെ നിന്ന് നീങ്ങുന്ന CCTV ദൃശ്യങ്ങളും മാത്രമായിരുന്നു പോലീസിനുണ്ടായിരുന്നത്. പിന്നീട് അർജുനെ പല സ്ഥലങ്ങളിലും കണ്ടു എന്ന വിവരം പോലീസിന്റെ കയ്യിലേക്ക് എത്തുന്നു. പോലീസ് ആ സ്ഥലങ്ങളിലൊക്കെ വലിയ അന്വേഷണം നടത്തുന്നു. പക്ഷേ അതെല്ലാം തെറ്റായ വിവരങ്ങളായിരുന്നു എന്ന് പോലീസ് തിരിച്ചറിയുന്നു. ഇതോടുകൂടിയിട്ടാണ് കൂത്താട്ടുകുളം CIയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘം രൂപീകരിക്കുകയും അർജുനെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ആ അന്വേഷണത്തിൽ പുരോഗതി ഇല്ലായിരുന്നു. വീട്ടുകാർ ഉൾപ്പെടെ പക്ഷേ പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്തു. അതിനിടയിലാണ് ഇന്ന് അർജുൻ കോയമ്പത്തൂരിൽ നിന്ന് വിളിച്ച് ഇപ്പോൾ താൻ കോയമ്പത്തൂരുണ്ട് എന്നുള്ള വിവരം അറിയിച്ചിരിക്കുന്നത്. കോയമ്പത്തൂർ ഉക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് അർജുനെ കണ്ടെത്തിയിരിക്കുന്നത്. വീഡിയോ കോൾ വഴി വീട്ടുകാരോട് സംസാരിച്ചു. അത് ആരുടെ ഫോണിലാണ് എന്നുള്ള വിവരം കണ്ടെത്തേണ്ടതുണ്ട്. കാരണം കുട്ടിയുടെ കയ്യിൽ മൊബൈലോ മറ്റോ ഇല്ലായിരുന്നുവെന്ന് വീട്ടുകാർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അർജുനെ എവിടെ നിന്നാണ് കണ്ടെത്തിയത്, ആരാണ്, ആരുടെ ഫോണിൽ നിന്നാണ് സംസാരിച്ചത് ഒക്കെ അറിയേണ്ട കാര്യമാണ്. നിലവിൽ ലഭിച്ചിരിക്കുന്ന ചിത്രങ്ങൾ പ്രകാരം അർജുൻ ഒരു ഹോട്ടൽ പോലെ ഉള്ള ഒരു സ്ഥലത്ത് ഇരുന്നാണ് ഈ വീഡിയോ കോൾ ചെയ്തിരിക്കുകയും വീട്ടുകാർ അർജുനെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടി പോവുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും അർജുന് വേണ്ടി ഉള്ള അന്വേഷണം അത് ശുഭകരമായി അവസാനിച്ചിരിക്കുന്നു. അർജുനെ കണ്ടെത്തിയിരിക്കുന്നു. അർജുൻ കോയമ്പത്തൂർ ഉക്കടയിൽ ഉണ്ട് എന്ന വിവരം വീട്ടുകാരെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ശാമിനി, എങ്ങനെ അർജുൻ അവിടെ എത്തി? എന്തായിരുന്നു ഈ വീട്ടിൽ നിന്ന് പോകാനുള്ള കാരണം? അതൊക്കെ അറിയേണ്ടതുണ്ട്. അത് അർജുൻ തന്നെ വിശദീകരിക്കേണ്ടതുണ്ട്. ഈ പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ ഇപ്പോൾ ഈ കുട്ടിയെ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ? നിലവിൽ പോലീസിന് ഈ കുട്ടിയെ കണ്ടെത്തിയത് സ്ഥിരീകരിക്കാൻ മാത്രമാണ് സാധിക്കുന്നത്. കുട്ടി എങ്ങനെ കോയമ്പത്തൂർ വരെ എത്തി എന്നുള്ളത് ഉൾപ്പെടെ അറിയേണ്ടതുണ്ട്. അതിന് കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന പണം അത് എവിടെ നിന്ന് കിട്ടി, അത്തരം വിവരങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. ഉന്മേഷ്, ഈ ഒരു സമയത്ത് പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് ആ കുട്ടിയെ കണ്ടെത്തി എന്നുള്ള ഒരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 4 ദിവസങ്ങളായി അച്ഛനും അമ്മയും ഒരു നാട് മുഴുവൻ ഈ കുട്ടിയെ കണ്ടെത്താനുള്ള തിരച്ചിലായിരുന്നു. പ്രത്യേകിച്ച് അർജുന്റെ അമ്മയും അച്ഛനും ഒക്കെ വലിയ വിഷമത്തിലായിരുന്നു. കുട്ടിയെ കണ്ടെത്തുമെന്ന ശുഭപ്രതീക്ഷ വെക്കുമ്പോഴും അവരുടെ അമ്മയുടെയൊക്കെ ആരോഗ്യനില പോലും മോശമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ആശ്വാസം നൽകുന്ന, ജീവൻ തിരിച്ചു കിട്ടുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 4 ദിവസമായി കാണാതായ അർജുൻ എന്ന +1 വിദ്യാർത്ഥിയെ കണ്ടെത്തിയിരിക്കുന്നു. അത് കോയമ്പത്തൂരിൽ നിന്നാണ്. അർജുൻ വീട്ടുകാരെ വിളിച്ച് വീഡിയോ കോളിൽ വിളിച്ച് താൻ കോയമ്പത്തൂരിലുണ്ട് എന്ന കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു, പറഞ്ഞിരിക്കുന്നു. ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മറ്റെല്ലാം രണ്ടാമത്തെ കാര്യങ്ങളാണ്. ഇപ്പോൾ അർജുനെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉന്മേഷ്, അർജുൻ ഇവിടെ തിരികെ എത്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പോലീസ് ആയിരിക്കുമല്ലോ തിരികെ എത്തിക്കുക കുട്ടിയെ ഈ നാട്ടിലേക്ക്. പോലീസ് സംഘം ഇവിടെ തിരിച്ചു കഴിഞ്ഞോ? നിലവിൽ പിറവത്ത് നിന്നുള്ള പോലീസ് സംഘം യാത്ര തിരിച്ചിട്ടില്ല. ഉടൻ തന്നെ പോലീസ് സംഘവും പിറവത്ത് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുമെന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് അർജുന്റെ ബന്ധുക്കൾ എത്തുകയാണെങ്കിൽ അർജുനെ കോയമ്പത്തൂരിൽ സ്വാഭാവികമായിട്ടും നിയമപരമായ നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇതിനകം അർജുനെ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കേണ്ടി വരും. ഇനി പോലീസിനെ അറിയിക്കാതെയാണെങ്കിൽ പോലും കുട്ടിയുമായി തിരികെ വന്നാലും പിറവത്ത് എത്തിയ ശേഷം കോടതിയിൽ കുട്ടിയെ ഹാജരാക്കേണ്ടി വരും. കാരണം മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയെ കോടതിയിൽ ഹാജരാക്കി പിന്നീട് കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകിയ ശേഷം കുട്ടിയെ വീട്ടിലേക്ക് വിടേണ്ടി വരും.
വരും. എന്ത് കാരണത്താലാണ് കുട്ടി ഇവിടെ നിന്ന് പോയത് എന്നുള്ളത് കുട്ടിയുടെ കൗൺസിലിംഗിലൂടെ വിവരം പോലീസിന് അറിയേണ്ടിയും വരും. ഏതായാലും നിയമ നടപടികളുണ്ട്. പക്ഷെ അതിലൊക്കെ അപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അർജുനെ കണ്ടെത്തിയെന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 4 ദിവസമായി അർജുന് വേണ്ടി പോകാത്ത അന്വേഷണ വഴികൾ ഉൾപ്പെടെ ഇല്ല എന്ന് പോലീസ് സംഘം തന്നെ പറയുന്നു. ഒരു സിഐയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം തന്നെ അർജുന് വേണ്ടി അന്വേഷണം ആരംഭിച്ചിരുന്നു. പക്ഷേ എല്ലാ സ്ഥലത്തും നിരാശയായിരുന്നു ഫലം. അർജുന്റെ ബന്ധുക്കൾ മറ്റൊരു വഴിക്ക് അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. അർജുനെ കുറിച്ച് അറിയാവുന്ന എല്ലാ സ്ഥലങ്ങളിലും വിവരങ്ങൾ എത്തിച്ചിരുന്നു. അപ്പോഴൊന്നും കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ അർജുനെ കോയമ്പത്തൂരിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരവും അർജുൻ വീഡിയോ കോൾ ചെയ്ത വീട്ടുകാരോട് താൻ കോയമ്പത്തൂരുണ്ട് എന്ന വിവരം അറിയിക്കുകയും ചെയ്തിരിക്കുന്നു എന്നത് സ്ഥിരീകരിച്ചിരിക്കുന്നു. അർജുന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ നമുക്കും ലഭിച്ചിട്ടുള്ളത്. ഏതായാലും അർജുനെ തിരികെ എത്തിക്കാൻ പാലക്കാടുള്ള അർജുന്റെ അടുത്ത ബന്ധുക്കൾ തന്നെ ഇപ്പോൾ അങ്ങോട്ട് യാത്ര തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, പിറവത്തുനിന്ന് കാണാതായ അർജുൻ എന്ന വിദ്യാർത്ഥിയാണ് ഇപ്പോൾ കോയമ്പത്തൂരിൽ കണ്ടെത്തിയിരിക്കുന്ന. വീട്ടിലേക്ക് അർജുൻ തന്നെ വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് ഈ വിവരങ്ങൾ അറിയിക്കുകയായിരുന്നു. താൻ കോയമ്പത്തൂരിൽ ഉണ്ട് എന്നുള്ള വിവരം. എസ് ശ്യാംകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കായിക ലോകത്ത് നിന്ന് ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ കൊക്കോ ഗൌഫിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ കായിക ലോകത്തുനിന്ന് വന്നു. അരീന സബലങ്കി 3 സെറ്റ് നീണ്ട പോരാട്ടത്തിൽ തോൽപ്പിച്ചു. സ്കോർ 6-7, 6-2, 6-4. ഗൌഫിന്റെ ആദ്യ ഫ്രഞ്ച് ഓപ്പൺ കിരീടമാണ് ഇത് എന്ന് കൂടി ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസ്ദേവ് അറിയിക്കുന്നുണ്ട്. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിൽ തിങ്കളാഴ്ച മുതൽ ശസ്ത്രക്രിയ മുടങ്ങും. ഉപകരണങ്ങൾ എത്തിക്കാതെ ശസ്ത്രക്രിയ നടക്കില്ല എന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. രോഗികൾക്ക് ആശുപത്രിയിൽ നിന്ന് സന്ദേശം നൽകി തുടങ്ങി. ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം തിങ്കളാഴ്ച മുതൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ശസ്ത്രക്രിയകളാണ് മാറ്റിവച്ചത്. ഇക്കാര്യം അറിയിച്ച ആശുപത്രിയിൽ നിന്ന് രോഗികൾക്ക് സന്ദേശമെത്തി. സ്റ്റെന്റ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ലഭ്യമാകാതെ ശസ്ത്രക്രിയ നടക്കില്ലെന്ന നിലപാടിലാണ് ഡോക്ടർമാർ. ഇന്നും നാളെയും അവധി ദിവസമായതോടെ ഉപകരണങ്ങൾ വാങ്ങുന്ന നടപടിക്രമവും നീളും. കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡപ്രകാരം ജെം പോർട്ടൽ വഴി ഇന്ത്യൻ നിർമ്മിത ശസ്ത്രക്രിയാ സാമഗ്രികൾ മാത്രമേ വാങ്ങാവൂ. എന്നാൽ ഇന്റർവെൻഷണൽ റേഡിയോളജിക്കുള്ള സ്റ്റെന്റ് ഉൾപ്പെടെ വിദേശ നിർമ്മിതമാണ്. പുറത്തുനിന്ന് വാങ്ങിയാൽ ഓഡിറ്റ് പ്രശ്നമുണ്ടാകുമെന്നാണ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിന്റെ വിശദീകരണം. അതേസമയം ആശുപത്രി ഡയറക്ടർ സഞ്ജയ് ബിഹാരിയുടെ നിലപാടുകളിൽ ഒരു വിഭാഗം ഡോക്ടർമാർക്ക് കടുത്ത അതൃപ്തിയാണ്. കൂട്ടായ ചർച്ചകൾ നടക്കുന്നില്ലെന്നും നിയമത്തിന്റെ നൂലാമാലകൾ പറഞ്ഞ് പ്രായോഗിക തീരുമാനങ്ങൾ എടുക്കുന്നില്ല എന്നുമാണ് പരാതി. അതിനിടെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ലഭ്യമാകാത്തതിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട എ റഹീം എം പി ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ജിതേന്ദ്ര സിംഗിന് കത്ത് നൽകി. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ സൈനിക നടപടികൾക്ക് പിന്നാലെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പാകിസ്ഥാൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് വീണ്ടും കത്തെഴുതി. എന്നാൽ നടപടി പിൻവലിക്കില്ല എന്ന നിലപാടിലാണ് ഇന്ത്യ. പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യയുടെ കടുത്ത നടപടി. നദീജലം ആശ്രയിച്ചിരുന്ന പാകിസ്ഥാന്റെ പല മേഖലകളും ഇന്ന് കടുത്ത വരൾച്ചയും ജലക്ഷാമവും നേരിടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെയാണ് കരാർ മരവിപ്പിച്ച നടപടി പുനഃപരിശോധിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഇന്ത്യക്ക് വീണ്ടും പാകിസ്ഥാന്റെ കത്ത്. കരാർ മരവിപ്പിച്ചതോടെ കൃഷിയും ജനജീവിതവും പ്രതിസന്ധിയിലായെന്നും കത്തിൽ പറയുന്നു. പാകിസ്ഥാനെതിരെ സ്വീകരിച്ച നടപടികൾ പിൻവലിക്കില്ലെന്ന നിലപാടിലാണ് രാജ്യം. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കും താൽപ്പര്യമില്ലെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ ശശി തരൂർ MPയുടെ നേതൃത്വത്തിൽ വിദേശ പര്യടനം നടത്തിയ സംഘം US ഡെപ്യൂട്ടി സ്റ്റേറ്റ് സെക്രട്ടറി ക്രിസ്റ്റഫർ ലാൻഡവുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് അമേരിക്ക പിന്തുണ അറിയിച്ചു. 24 ഡൽഹി. ചാരപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഇന്ത്യൻ യൂട്യൂബേഴ്സിനെ നിയന്ത്രിച്ചത് പാക് പോലീസിലെ മുൻ ഉദ്യോഗസ്ഥൻ എന്ന വിവരം. മുൻ സബ് ഇൻസ്പെക്ടറായിരുന്ന നാസിർ എന്നയാളെ സംബന്ധിച്ച് നിർണായക വിവരം ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചു. പാക് ചാരവൃത്തി കേസിൽ നിരവധി യൂട്യൂബേഴ്സാണ് രാജ്യത്ത് അറസ്റ്റിലായത്. ഇവരെ നിയന്ത്രിച്ചിരുന്നത് പാകിസ്ഥാൻ പോലീസിലെ മുൻ ഉദ്യോഗസ്ഥരായ നാസിർ ആണെന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. ചാരവൃത്തി കേസിൽ ഒടുവിൽ അറസ്റ്റിലായ യൂട്യൂബർ ജസ്ബീർ സിംഗിന്റെ മൊഴിയിലും നാസിറിന്റെ പേര് പുറത്തുവന്നു. പാക് പോലീസിലെ മുൻ സബ് ഇൻസ്പെക്ടറായിരുന്ന നാസിർ വിരമിച്ച ശേഷം രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയിൽ ചേരുകയായിരുന്നു. ചാരവൃത്തിക്കായി ഇന്ത്യൻ യൂട്യൂബർമാരെ ഇയാൾ തെരഞ്ഞെടുത്തു. നാസിറും വനിതാ സുഹൃത്തും യൂട്യൂബർമാർക്കും ISIക്കുമിടയിൽ പാലമായി പ്രവർത്തിച്ചു. യൂട്യൂബർമാരെ പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥൻ ഡാനിഷുമായും ബന്ധിപ്പിച്ചു. ഇതിന് പിന്നാലെ യൂട്യൂബേഴ്സിന് ചാരവൃത്തി ചുമതലകൾ ഏൽപ്പിച്ചു. പാക് സന്ദർശനത്തിന് വേണ്ട സൗകര്യങ്ങൾ യൂട്യൂബേഴ്സിന് ഒരുക്കി. ഇതിനു പകരമായി പാക് അനുകൂല വീഡിയോകൾ ചിത്രീകരിച്ച് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണമെന്നും നാസിർ നിർദ്ദേശം നൽകിയതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. 24 ഡൽഹി.
മിനിമം ജോലി സമയം 10 മണിക്കൂറാക്കാൻ ആന്ധ്രാപ്രദേശ് സർക്കാർ 6 മണിക്കൂർ ജോലി ചെയ്താൽ 1 മണിക്കൂർ വിശ്രമം എന്ന നിലയിൽ തൊഴിൽ ചട്ടം മാറ്റും. തീരുമാനത്തിന് എതിരെ തൊഴിലാളി സംഘടനകൾ രംഗത്തെത്തി. നിക്ഷേപങ്ങൾ ആകർഷിക്കാനും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനും വേണ്ടിയാണ് ആന്ധ്ര സർക്കാർ തൊഴിൽ ചട്ടങ്ങളിൽ മാറ്റം വരുത്തുന്നത്. മിനിമം 9 മണിക്കൂർ ജോലി എന്നത് 10 മണിക്കൂറാക്കാനുള്ള തീരുമാനത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി. 5 മണിക്കൂർ ജോലി ചെയ്താൽ 1 മണിക്കൂർ വിശ്രമം എന്നത് 6 മണിക്കൂർ ജോലി ചെയ്താൽ 1 മണിക്കൂർ എന്ന് മാറ്റും. ഓവർ ടൈം ചട്ടങ്ങളിലും മാറ്റം വരും. കൂടുതൽ ജോലി ചെയ്താൽ കൂടുതൽ സമ്പാദിക്കാമെന്നാണ് സർക്കാർ തീരുമാനം വിശദീകരിച്ച് മന്ത്രി കെ പാർത്ഥസാരഥിയുടെ വാദം. കൂടുതൽ നിക്ഷേപകർ എത്തിയാൽ തൊഴിലവസരവും വർദ്ധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ഫാക്ടറികൾക്കുമെല്ലാം നിയമം ബാധകമാകും. തീരുമാനത്തിനെതിരെ തൊഴിലാളി സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തി. തൊഴിലാളികളെ അടിമകളാക്കുന്ന സമീപനമാണെന്നാണ് വിമർശനം. 24 ബംഗളൂരു. തെലങ്കാനയ്ക്ക് പിന്നാലെ നിക്ഷേപം നടത്താൻ കിറ്റെക്സ് ഗ്രൂപ്പിനെ ക്ഷണിച്ച് ആന്ധ്രാപ്രദേശ് സർക്കാർ. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ നിർദ്ദേശപ്രകാരം ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രി എസ് സവിത കിഴക്കമ്പലത്തെ കിറ്റെക്സ് ഗാർമെന്റ്സിന്റെ ആസ്ഥാനത്തെത്തി. കേരളം വ്യവസായ സൗഹൃദമെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയും മാത്രമാണെന്ന് കിറ്റെക്സ് MD സാബു എം ജേക്കബ് കുറ്റപ്പെടുത്തി. 2021 കേരള ഗവൺമെന്റ് കിറ്റെക്സിനെ സംബന്ധിച്ച് ഒരുപാട് ഉപദ്രവമുണ്ടാക്കിയ ഒരു വർഷമായിരുന്നു. കേരളത്തിൽ നിക്ഷേപിക്കാനായിട്ടിരുന്ന 3500 കോടി രൂപ ഇവിടെ നിന്ന് മാറ്റി മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ആന്ധ്രാപ്രദേശിൽ നിക്ഷേപം നടത്തുവാനുള്ള ചർച്ചകൾക്ക് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ ഔദ്യോഗിക ക്ഷണം കൈമാറുകയായിരുന്നു ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രി എസ് സവിത. ആന്ധ്രാപ്രദേശ് മന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച കിറ്റെക്സ് MD സാബു എം ജേക്കബ് തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി. ഇരുവരും തമ്മിലുള്ള ചർച്ചകൾക്ക് శేషం ఆంధ్రప్రదేశిന്റെ వ్యవసాయ సౌహృద సవిశేషతകൾ ఎస్ సవిత విశదీకరించు. అసలు గవర్నమెంట్స్ లో టెక్స్టైల్స్ లో ఇంత అంటే ఒక కెటిక్స్ కంపెనీ ఈ స్థాయిలో ఉంది అంటే డిపెండ్స్ ఎథిక్స్. కెటిక్స్ కంపెనీ ఫౌండేషన్ ఈజ్ ఎథిక్స్ అనే చెప్పాలి. ఎందుకంటే ఇక్కడ ప్రతిదీ మేము చూసాం. ఎలా ఉందంటే నిజంగా ఐ ఫీల్ వెరీ వెరీ హ్యాపీ. കേരളത്തിലെ വ്യവസായ വകുപ്പിനെതിരെ രൂക്ഷ വിമർശനമാണ് സാബു എം ജേക്കബ് ഉന്നയിച്ചത്. എന്നാൽ കേരളത്തിന് എതിരായിട്ടല്ല തങ്ങളുടെ സന്ദർശനമെന്നും കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് കരുത്തു പകരുന്ന നിക്ഷേപങ്ങൾ ഭാവിയിൽ ആന്ധ്രാപ്രദേശിൽ നിന്നും ഉണ്ടാകുമെന്നും മന്ത്രിയോടൊപ്പം വന്ന സംഘം വ്യക്തമാക്കി. We have also export Kerala. It is not that we are taking away from Kerala to everywhere. I am putting a lot of money in Kerala. And from Andhra. And I am investing here and we will be the first in the world to come with agri-business innovation hub in Kerala. തെലങ്കാനയിൽ 3500 കോടി രൂപയുടെ നിക്ഷേപമാണ് കിറ്റെക്സ് നടത്തിയത്. ആന്ധ്രാപ്രദേശിൽ എത്ര കോടി നിക്ഷേപിക്കുമെന്നതിലും തീരുമാനം ഉടനുണ്ടാകും. 24 കൊച്ചി. വാർത്താമഴയിലേക്ക് തിരികെ. സംസ്ഥാനത്ത് പോക്സോ കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കേസുകൾ അന്വേഷിക്കാൻ പുതിയ അന്വേഷണ വിഭാഗം രൂപീകരിച്ച് പോലീസ്. 20 ഡിവൈഎസ്പിമാർക്ക് ചുമതല നൽകി. 20 പോലീസ് ജില്ലകളിലും പുതിയ യൂണിറ്റുകൾ രൂപീകരിക്കും. ഇത് സംബന്ധിച്ച ഉത്തരവ് ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കി. സംസ്ഥാനത്ത് ഇനി മുതൽ പോക്സോ കേസുകൾ അന്വേഷിക്കാൻ ജെൻഡർ ജസ്റ്റിസ് ഡിവൈഎസ്പിമാർ. 2019 സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തസ്തികകൾ. 16 നാർക്കോട്ടിക് ഡിവൈഎസ്പിമാർക്കൊപ്പം അധികമായി 4 ഡിവൈഎസ്പിമാർ ഉൾപ്പെടെ 20 ഡിവൈഎസ്പിമാർക്കാണ് ജെൻഡർ ജസ്റ്റിസ് എന്ന നാമകരണത്തിൽ ചുമതല. 40 SIമാർ ഉൾപ്പെടെ 304 പുതിയ തസ്തികകൾ സൃഷ്ടിച്ചും ഉത്തരവിറക്കി. കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കാനാണ് പുതിയ വിഭാഗം രൂപീകരിക്കുന്നത്. 20 പോലീസ് ജില്ലകളിലും പുതിയ യൂണിറ്റുകൾ ആരംഭിക്കും. SIമാർക്കായിരിക്കും യൂണിറ്റ് ചുമതല. നിലവിൽ പോക്സോ കേസ് കാര്യക്ഷമമായി അന്വേഷിക്കാൻ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലെ ഇൻസ്പെക്ടർമാർക്ക് പരിമിതികളുണ്ടെന്നും പുതിയ വിഭാഗം വേണമെന്നുള്ള ആവശ്യം സേനയിൽ നിന്ന് തന്നെ ശക്തമായിരുന്നു. 2012 പോക്സോ നിയമം നിലവിൽ വന്നത്. വ്യക്തി എന്ന നിലയിൽ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് വേണ്ട സംരക്ഷണം ഉറപ്പു നൽകുന്നതിനോടൊപ്പം ഈ നിയമം ചൂഷണങ്ങളിൽ നിന്ന് സംരക്ഷണവും നീതിയും ഉറപ്പാക്കുന്നു. 24 തിരുവനന്തപുരം.